ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റവയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ. സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂണോളം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ അളവിൽ തന്നെ കേട്ടോ എടുത്തിട്ടുള്ള റവയും, വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണോളം റവയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ എടുക്കുന്ന അതേ അളവിൽ തന്നെ റവ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. അതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചോളം മതിയാവേ. അതിനൊരുപാട് ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഒരു പിഞ്ച് ചേർത്താൽ മതി. അതിലേക്ക് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയോ വെല്ലമോ ചേർക്കാം കേട്ടോ, മധുരത്തിന് ആവശ്യമായിട്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിലും തേൻ വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് തേൻ വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു റവയൊക്കെ ഒന്ന് സോക്കായിട്ട് കിട്ടുന്ന ആ ഒരു സമയം വരെ മാത്രം മതിയാവട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്നുകൂടി നമുക്ക് ഒന്ന് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ബ്രെഡിന് പീസ് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. ലൂസായി പോയി നമ്മളെ പാലൊക്കെ ചേർത്തത് കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 പീസിന് പകരം നമുക്ക് 3-4 പീസൊക്കെ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബ്രെഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തതൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്നും വെക്കേണ്ടിയില്ല, 5 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നല്ല സെറ്റായിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ, ബട്ടർ, ഗീ. ബട്ടർ ആണെങ്കിൽ ബട്ടർ ചേർക്കാം, ഗീ ആണെങ്കിൽ ഗീ ചേർക്കാം, ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഗീ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അപ്പോൾ ആ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വലുപ്പമായിട്ട് പരത്തിയിട്ടെടുക്കാം. ഇനി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനോ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുക്കാനോ ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാട്ടോ നല്ലത്. ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് മാവെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറിയ നമ്മൾ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ചില കുട്ടികൾക്ക് ബിസ്ക്കറ്റൊന്നും ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. അവർക്ക് ഈ ബിസ്ക്കറ്റ് കഴിച്ച് എന്താ പറയുക, അതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് പറ്റിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ ഇത്. 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. നന്നായിട്ട് മൊരിയിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ചധികം നെയ്യൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് ഒഴിവാക്കിയിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്താലും മതിയേ. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലാട്ട വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്കായി നന്നായി മൊരിഞ്ഞൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ടൈം എടുക്കുകയാണെങ്കിലും ഈ ഒരു സൈഡ് ഭാഗം പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നതെന്ന് കാണുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരുപാട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം അങ്ങ് ഗീ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് ഇത് റെഡിയാക്കിയിട്ട് എടുത്താൽ മതിയേ. അപ്പം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമ്മളിതാ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാമെന്നേ ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ റവ ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റാഗിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ റവക്ക് പകരമായിട്ട്. അപ്പം നമ്മൾ ഈ റവ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. റാഗിയും ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ഉൾഭാഗം കുറച്ചൊന്ന് സോഫ്റ്റായിട്ടാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. റാഗി വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ. അപ്പോൾ ഇതിപ്പം റവ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു രൂപത്തിലാട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടാവുമേ. അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് 3-4 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാകാതെ കിട്ടുന്നുള്ള കേട്ടോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും നല്ല അടിപൊളിയായിട്ട് കേടൊന്നും ആകാതെ തന്നെ നല്ല രീതിക്ക് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടും ഇത് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.